തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫിലേക്ക് പുറപ്പെടേണ്ട 18 വിമാനങ്ങളാണ് ഇതുവരെ റദ്ദാക്കിയിരിക്കുന്നത്. അതേസമയം തിരുവനന്തപുരത്തേക്ക് എത്തേണ്ട 19 വിമാനങ്ങളും റദ്ദാക്കി കഴിഞ്ഞു. അതേസമയം സൗദി എയർലൈൻസിന്റെ റിയാദ് വിമാനം കോഴിക്കോട് എത്തി. ഗൾഫ് മേഖലയിലെ പ്രശ്നം തുടങ്ങിയ ശേഷം ആദ്യമെത്തുന്ന വിമാനമാണിത്. സുരക്ഷാ കാരണങ്ങളാൽ 410 വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ 444 വിമാനങ്ങൾ കൂടി റദ്ദാക്കിയേക്കും. മേഖലയിലെ വ്യോമപാതകൾ അടച്ചതോടെ ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകളും പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. യുദ്ധം രൂക്ഷമായതോടെ എയർ ഇന്ത്യ, ഇൻഡിഗോ തുടങ്ങിയ പ്രമുഖ ഇന്ത്യൻ വിമാന കമ്പനികൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ഇസ്രായേലിലെ ടെൽ അവീവിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം പാതി വഴിയിൽ നിന്ന് തിരിച്ചിറക്കുകയായിരുന്നു. അതേസമയം പേർഷ്യൻ ഗൾഫ് മേഖലയിലുടനീളമുള്ള യാത്ര ഒഴിവാക്കാൻ ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം നിലനിൽക്കെ സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയിരിക്കുകയാണ് വിമാന കമ്പനികൾ. ആശങ്ക വേണ്ട, യാത്രക്കാരുടെ ചെലവുകൾ വഹിക്കുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. UAE സിവിൽ ഏവിയേഷൻ അതോറിറ്റി UAEയിലെ വ്യോമയാന മേഖലയിലെ പ്രതിസന്ധി കൈകാര്യം ചെയ്യാനുള്ള ശ്രമം തുടരുകയാണ്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ 20,000 യാത്രക്കാർക്ക് ഇത്തരത്തിൽ ഇവർ സഹായം നൽകിയിട്ടുണ്ട്. യാത്രക്കാർക്ക് താൽക്കാലിക താമസ സൗകര്യം, ഭക്ഷണം എന്നിവ നൽകുന്നതിനൊപ്പം തന്നെ ടിക്കറ്റുകൾ വീണ്ടും ബുക്ക് ചെയ്യാനുള്ള നടപടികളും വേഗത്തിലാക്കി കഴിഞ്ഞു. UAEയിലേക്ക് എത്തിയ യാത്രക്കാരെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളിലേക്ക് പോകേണ്ട ട്രാൻസിറ്റ് യാത്രക്കാർക്ക് താൽക്കാലിക താമസ സൗകര്യവുമൊക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്.